أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين كفروا وصدوا عن سبيل الله أضل أعمالهم، والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم، كذلك يضرب الله للناس أمثالهم. فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق، فإما منا بعد وإما فداء حتى تضع الحرب أوزارها. ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض، والذين قتلوا في سبيل الله فلن يضل أعمالهم، سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم. يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. نبي أتانا بعد يأس وفترة من الرسل والأوثان في الأرض تعبد، فأمسى سراجا مستنيرا وهاديا
يلوح كما لاح الصقيل المهند وأنذرنا نارا وبشر جنة وعلمنا الإسلام فالله نحمد تعاليت رب الناس عن قول من دعا سواك إلها أنت أعلى وأمجد لك الخلق والنعماء والأمر كله فإياك نستهدي وإياك نعبد. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തിരൂരിലെ സലഫി പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ വേദിയിലും സദസ്സിലും വന്നു ചേർന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ മറ്റു ശ്രോതാക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നെറ്റ് സംവിധാനങ്ങളിലൂടെയും റേഡിയോ സംവിധാനങ്ങളിലൂടെയും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ-ഇസ്ലാഹ് റേഡിയോയിലൂടെയും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹത്തിന് ശുക്റുള്ളവരായി, നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതത്തെ മുഴുവൻ അവന് സമർപ്പിക്കുവാനുള്ള ഇഖ്ലാസും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാം നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവർക്കായി അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രമേയത്തിലാണ് നമ്മുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. മതം സുരക്ഷയാണ് എന്ന മഹത്തായ ഒരു സന്ദേശമാണ് ലോകത്തിൻ്റെ മുമ്പിൽ അല്ലാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും നൽകുവാനുള്ളത്. രാജ്യത്ത് ഇന്ന് എവിടെ എടുത്തു പരിശോധിച്ചു നോക്കിയാലും സമാധാനമില്ലായ്മയും ശാന്തിയില്ലായ്മയും അസ്വസ്ഥതകളും കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരന്തരീക്ഷമാണുള്ളത്. സ്വൈരമായി ഒന്ന് പുറത്തിറങ്ങി നടക്കുവാൻ പോലും സ്ത്രീ സമൂഹത്തിന് സാധ്യമാകാത്ത നിലക്കുള്ള അരാജകത്വങ്ങളും ലൈംഗിക അതിക്രമങ്ങളും അതുപോലെ തന്നെയുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് വളരെയേറെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം പോലും അതിർത്തി പ്രദേശങ്ങളിലുള്ള വെടിയൊച്ചകളുടെ ചർച്ചകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലാത്ത ഒരവസ്ഥയിലാണ് നാം ഉള്ളത്. യുവസമൂഹമാണെങ്കിൽ ലഹരിയുടെ പിന്നാലെ കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ ഖേദകരമായ ഒരവസ്ഥ. കുടുംബങ്ങളിൽ ഛിദ്രത, ബന്ധങ്ങളിൽ വിള്ളലുകൾ, മൊത്തം പരിശോധിച്ചു നോക്കിയാൽ കൂട്ടമായ ആത്മഹത്യകളും
അതുപോലെ തന്നെ സമൂഹത്തിൽ ആദരിക്കേണ്ടവർ ആദരിക്കപ്പെടാതിരിക്കുന്ന, പരിപാലിക്കപ്പെടേണ്ടവർ പരിപാലിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ കാരണത്താൽ വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, കുടുംബങ്ങളുടെ ബജറ്റുകൾക്ക് താങ്ങാനാവാത്ത നിലക്കുള്ള നിത്യജീവിതത്തിന്റെ രണ്ട് വശങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടുന്ന ജനങ്ങൾക്കിടയിൽ രൂക്ഷമായ വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും ജനങ്ങളിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഇങ്ങനെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും അരക്ഷിതാവസ്ഥ, സമാധാനമില്ലായ്മ, ശാന്തിയില്ലായ്മ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരൽപ്പം സമാധാനത്തിന് വേണ്ടി ആളുകൾ എവിടെ പോകണമെന്നറിയാതെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അല്ലാഹുവിന് പറയാനുള്ള ഒരു പരിഹാരമുണ്ട്. പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന നിലക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് സർവ മനുഷ്യരോടും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന് മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അത് പൂർത്തിയാക്കി തന്നു. ആ പൂർത്തിയാക്കി തന്ന ആദർശത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്നാണ്. ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അതിനെപ്പറ്റി പറഞ്ഞത് എന്റെ നിഅമത്ത് എന്നാണ്. മാനവ സമൂഹത്തോട് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. അതെ, അത് ഇസ്ലാം ദീനിൽ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് പഠിപ്പിക്കാൻ അല്ലാഹു ഏർപ്പെടുത്തി ലോകത്തേക്ക് അയച്ച, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നു. ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കലാണ് പ്രിയമുള്ളവരെ നമ്മുടെ കടമ. ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കേണ്ടവനാണ്. പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. വ്യക്തികളിൽ പരീക്ഷണങ്ങളുണ്ട്, കുടുംബരംഗത്ത് പരീക്ഷണങ്ങളുണ്ട്, സാമൂഹ്യ രംഗത്ത് പരീക്ഷണങ്ങളുണ്ട്, ദീനി പ്രബോധന രംഗങ്ങളിൽ ശക്തമായ പരീക്ഷണങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ സ്വാഭാവികം മാത്രമാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മാനവ സമൂഹം പരീക്ഷിക്കപ്പെടുമ്പോൾ വൈവിധ്യമാർന്ന കാരണങ്ങളാൽ മനുഷ്യ സമൂഹം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ എന്താണവർ പരിഹാരമായി കാണേണ്ടത്? നമ്മുടെ മുൻഗാമികൾ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ അവരൊക്കെ സ്വീകരിച്ച കറകളഞ്ഞ ഒരു മാർഗമുണ്ട്. ഇസ്ലാം ദീനിന്റെ കൃത്യമായ ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാം എങ്ങനെയാണോ സഹിക്കാനും ക്ഷമിക്കാനും കാര്യങ്ങളെ നേരിടാനും പഠിപ്പിച്ചതെങ്കിൽ അതിൽ നിന്ന് കടുകിട വ്യതിചലിക്കാതെ കൃത്യമായി പരീക്ഷണങ്ങളുടെ രംഗത്ത് പാറ പോലെ ഉറച്ചു നിന്ന് വിജയിക്കുവാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ പരീക്ഷണങ്ങൾ വരുമ്പോ പതറി പിന്മാറുകയല്ല വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളാരും മനസ്സിലാക്കരുത്, പടച്ച റബ്ബേ നീ എന്താ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്?
നിനക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടോ? നീ ഞങ്ങളെ അവഗണിക്കുകയാണോ എന്ന തോന്നൽ ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരധ്യായം തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ സുമ്മൽ അംസലു ഫൽ-അംസലു. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് അല്ലാഹുവിന് വെറുപ്പുള്ളവരല്ല, അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തവരല്ല, പടച്ച റബ്ബിന് കോപമുള്ളവരുമല്ല. മറിച്ച് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത്, കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് അൽ-അംബിയാ, പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അംബിയാക്കൾ തന്നെ. സുമ്മൽ അംസലു ഫൽ-അംസലു, പിന്നീടതാ അവരോടടുത്ത ഏറ്റവും ശ്രേഷ്ഠവാന്മാർ, പിന്നെ അവരോടടുത്ത് നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവാന്മാർ. അഥവാ ദീനീ രംഗത്ത് എത്രത്തോളം നമുക്ക് ഈമാനുണ്ടോ, പടച്ച റബ്ബിനോട് അടുപ്പമുണ്ടോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന താല്പര്യമുണ്ടോ, അത്രത്തോളം പരീക്ഷണങ്ങളുടെ കാഠിന്യം കൂടുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഈ പരീക്ഷണം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാകും. നമ്മളൊരു ദഅ്വ സംരംഭത്തിലല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരട്ടെ. ദീനീ രംഗത്ത് നമുക്കൊരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഇന്ന് മാത്രമല്ല ഏത് കാലഘട്ടത്തിലും. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവായിൽ നിന്ന് ദീന് കേട്ട് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആയിരക്കണക്കിന് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അതേ നല്ലവരായ ആളുകളൊക്കെ ജീവിച്ച കാലത്ത് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ദീനീ രംഗത്ത്, പ്രബോധന രംഗത്ത് തന്നെ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, വമൻ യഇശ് മിൻകും ബഅദീ ഫസയറ ഇഖ്തിലാഫൻ കസീറാ. ഓ സമൂഹമേ, ഈ ഉമ്മത്തിന് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വഴിയേ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഭിന്നതകൾ, ഭിന്നാഭിപ്രായങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്ത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് ഈ ദീനിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ, എന്താണിതിങ്ങനെ ചേരിതിരിവ്, എന്താണിതിങ്ങനെ ഭിന്നതകൾ എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു ഭാഗത്ത് നിരാശരായിക്കൊണ്ട് ക്ഷമയില്ലാതെ കുത്തിയിരിക്കണമെന്നാണോ? അതോ ഹബീബ് എന്താ നിർദ്ദേശം പറഞ്ഞത്? ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയീന റാഷിദീന ബഅദി. നിങ്ങൾ എന്ത് ചെയ്യണം അത്തരം ഘട്ടങ്ങളിൽ? നിങ്ങൾ എന്റെ സുന്നത്തുകളിൽ നിന്ന്, എന്റെ ചര്യകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയതെന്തോ അത് നിങ്ങൾ മുറുകെ പിടിച്ചു നിന്നോളണം. സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരായ, അതേ വലിയ നേതാക്കളായ ആ ഖുലഫാവുകൾ ഉണ്ടല്ലോ, അവരൊക്കെ ജീവിച്ച പാതകളെ നിങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ. ഏത് പ്രതിസന്ധി വന്നാലും കുലുങ്ങാതെ നിന്നോളണമെന്ന് ആരംഭമൊത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അതാ ആശ്വസിപ്പിച്ചിരിക്കുന്നു. അതേ ഒരുപാട് സംഘങ്ങളായി പിരിയും എന്ന് പറഞ്ഞു. എല്ലാ കക്ഷികളും നരകത്തിലേക്കാണ് പോകുന്നതെന്നും ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു സംഘമൊഴികെ എന്നും പറഞ്ഞ് അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനദണ്ഡമായി കാണാൻ പറഞ്ഞത് അവിടുന്ന് എന്താണോ പഠിപ്പിച്ചതെങ്കിൽ ആ പഠിപ്പിച്ചത് സ്വഹാബത്ത് മനസ്സിലാക്കിയല്ലോ. അതിലടിയുറച്ചു നിൽക്കുന്ന ആളുകൾ ആരോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ലെന്ന സന്ദേശമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്താളിച്ച് അന്തം വിട്ട് രംഗത്ത് നിന്ന് ഒളിച്ചോടിയിട്ടില്ല നമ്മുടെ മുൻഗാമികൾ. പറപോലെ ഉറച്ചു നിന്നിട്ടുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നിനുമില്ല എന്ന മുരടിച്ച നിലപാടും സ്വീകരിച്ചിട്ടില്ല. പിറകോട്ട് മാറിപ്പോയിട്ടില്ല. മറിച്ച് അക്ഷരാർത്ഥത്തിൽ പരീക്ഷണത്തെ പരീക്ഷണമായി തന്നെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് റബ്ബേ. ഈ പരീക്ഷണത്തിൽ ഞങ്ങൾ പിറകോട്ടില്ല നാഥാ.
ആ മാർഗത്തിൽ നീയാണ് ഞങ്ങൾക്കുള്ളത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അങ്ങനെ അടിയുറച്ചു നിന്ന മുൻഗാമികളായ മഹാന്മാർ അവർ ആ സ്വീകരിച്ച മാർഗത്തിൽ തന്നെ ചൊറച്ചു നിന്നാൽ പഴക്കാനില്ല. ആ മാർഗം വിട്ടുപോയോ നാം ശിക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ എന്ത് ചെയ്തത്? കേരളക്കരയുടെ ചരിത്രത്തിലേക്ക് വരൂ. അതേ ഭിന്നതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോഴും 1920കളിൽ സംഘടിതമായി നമ്മളൊരു ശ്രമം തുടങ്ങി. എന്തിനു വേണ്ടി? ഏത് പരീക്ഷണ ഘട്ടത്തിലും ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, അതേ അതിനുള്ള തന്റെ ഇടം, അത് കൃത്യമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനുള്ള പ്രത്യേകമായ ആ ഒരു മേന്മ മനസ്സിൽ നിലനിൽക്കുവാൻ വേണ്ടി സംഘടിതമായ ശ്രമങ്ങൾ നമ്മൾ തുടങ്ങുകയുണ്ടായി. സഹോദരന്മാരെ, സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഈ ആദർശത്തെ, ഇസ്ലാമിനെ കേരളത്തിൽ അതിൻ്റെ തനിമയോടെ നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ ശക്തമായ നിലക്കുള്ള ഒരു സംഘടിത ശ്രമത്തിന് 20കളിൽ തുടക്കം കുറിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു പരീക്ഷണം. എന്തായിരുന്നു ആ പരീക്ഷണം? ഇതിൽ നിന്നൊരു വിഭാഗം വിള്ളലുണ്ടായിപ്പോയി. കാക്കകാരണവന്മാർ ആദരിച്ച് ബഹുമാനിച്ചു പോരുന്ന പലതിനെയും നിങ്ങൾ എതിർക്കുന്നു. പല രൂപത്തിലുള്ള കാരണങ്ങളും ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് ആ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി സ്ഥാപിതമായ പരിശുദ്ധമായ സുന്നത്തുകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി സ്ഥാപിതമായ ഈ മഹത്തായ സംഘടനയിൽ വിള്ളലുണ്ടാക്കി. എന്ത് കാരണത്താൽ? യഥാർത്ഥമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വിള്ളലുകൾ വരുത്തിക്കൊണ്ട്. സഹോദരങ്ങളെ, ഒരുപാട് ശിർക്കുകളെയും ബിദ്അത്തുകളെയും അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ന്യായീകരിച്ചു. ശിർക്ക് ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനങ്ങൾ, അതിനുവേണ്ട പ്രത്യേകമായ തെളിവുകൾ, ദലീലുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രമാണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്ന മഹാദുരന്തം നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായി. നമ്മുടെ നേതാക്കൾ എന്ത് ചെയ്തു? നമ്മുടെ നേതാക്കൾ പതറി പിന്മാറിയില്ല. അവർ ആദർശ രംഗത്തെ ശക്തമായി തന്നെ പ്രതിരോധിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ശിർക്കിനെതിരെയുള്ള, ബിദ്അത്തുകൾക്കെതിരെയുള്ള ശക്തമായ സമരം പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരിവിടെ നടത്തി. അങ്ങനെ ആ നടത്തിയ, അതിന് നേതൃത്വം കൊടുത്ത കാലഘട്ടം കഴിഞ്ഞ് പിന്നെയും കാലഘട്ടങ്ങൾ കുറെ പിന്നിട്ടപ്പോൾ, അതേ ആ രംഗത്ത് നാം സംസാരിക്കുന്ന ഈ തിരൂരിന്റെ പരിസരത്ത് നിൽക്കുമ്പോൾ, അതേ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയാത്ത പേരാണ്. ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും വെട്ടം പകർന്നു കൊടുത്ത മഹാനായ വെട്ടം അബ്ദുള്ള ഹാജി റഹിമഹുല്ലാ. അതുപോലെ തന്നെ രണ്ടത്താണിയിൽ ജീവിച്ച മഹാനായ സയ്യിദ് മൗലവി റഹിമഹുല്ലാ. ആദർശ രംഗത്തെ ഇളകാത്ത ശക്തമായ ആദർശത്തിന്റെ പ്രതീകമായി നിലകൊണ്ട ആ മഹാന്മാര്. അതുപോലെ തന്നെ വേങ്ങരയിൽ ജീവിച്ച മഹാനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ. അതുപോലെ തന്നെ എന്റെ വന്യ ഗുരുവായ KP മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ. ഇനിയും പേരു പറയുകയാണെങ്കിൽ ആ പട്ടിക നീളുകയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ, വിശിഷ്യ തവസ്സുൽ എന്ന ഗ്രന്ഥത്തിലൂടെ, അൽ ഇസ്തിഗാസ എന്ന ഗ്രന്ഥത്തിലൂടെ, അസ്സൂഫിയ്യ അഥവാ സൂഫിസം എന്ന ഗ്രന്ഥത്തിലൂടെ തൗഹീദി രംഗത്ത് വലിയ ശക്തമായ മതിൽക്കെട്ട് തീർത്തുകൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ജീവൻ, ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലൂടെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിലൂടെ, അതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ ശക്തമായ നിലക്ക്
ഈ ആദർശത്തെ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെട്ട മഹാന്മാർ, സർവശക്തനായ അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കി മാറ്റണേ നാഥാ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗലോകത്തിന് നീ ഒരുമിച്ച് ചേർക്കണമേ നാഥാ. അതേ, ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ഖുതുബക്ക് വേണ്ടി മഹാനായ സയ്യിദ് മൗലവി റഹിമഹുല്ലയെ രണ്ടത്താണിക്കാര് അതേ മസ്ജിദുർ റഹ്മാനിയയിലേക്ക് ക്ഷണിക്കുന്ന കാലത്ത് മഹാനവറുകളെ കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം. അതേ, എനിക്ക് നിങ്ങളോടൊരു കാര്യമാണ് ഉപാധിയായി പറയാനുള്ളത്. ഞാൻ ഖതീബായി വരാം. ഞാൻ എന്ത് ഖുതുബ പറയണം എന്ന കാര്യത്തിൽ നിങ്ങൾ നിബന്ധന വെക്കരുത്. ഞാൻ എന്ത് സംസാരിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അല്ലാഹുവിന്റെ ഖുർആനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും പറയാനും സംസാരിക്കാനും ഉള്ള എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈവച്ചുകൊണ്ടുള്ള ഒരു ജോലി എനിക്ക് വേണ്ട. ആദർശ രംഗത്തതാ ശക്തമായ നിലക്ക് അന്ന് തന്നെ തന്റെ പ്രഖ്യാപനം ഏർപ്പെടുത്തിയ മഹാനായ സയ്യിദ് മൗലവിയെ സംബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ള തൗഹീദിന് വേണ്ടി ഒരു ധന്യജീവിതം എന്ന പുസ്തകത്തിൽ അതേ മഹാനവറുകൾ പറയുന്നുണ്ട്, മിമ്പറിൽ കയറി സ്വതന്ത്രമായി ഖുതുബ നടത്താനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. ഖുതുബയിൽ ഇന്ന കാര്യം പറയണം, ഇന്ന കാര്യം പറയാൻ പാടില്ല എന്നൊന്നുമുള്ള നിർദ്ദേശങ്ങൾ കമ്മിറ്റിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതേ സഹോദരങ്ങളെ, അതാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത്. ഓ പ്രബോധകന്മാരെ, ഖുതുബ പറയുന്ന ഖതീബുമാരെ, പ്രസംഗം നിർവഹിക്കുന്ന പ്രാസംഗികന്മാരെ, പ്രഭാഷണം നിർവഹിക്കുന്ന പ്രഭാഷകന്മാരെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, നമുക്കിതാ സമൂഹത്തോട് പറയാനുള്ളത്, ആദർശം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ പാടില്ല. അല്ലാഹ് നമുക്ക് നൽകിയിട്ടുള്ള മാർഗദർശനത്തെ ജനതയുടെ മുമ്പിൽ വളച്ചു കെട്ടില്ലാതെ പറയാൻ സാധിക്കലാണ് അല്ലാഹു തരുന്ന വലിയ തൗഫീഖ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് ശുക്റുള്ളവരായിക്കൊണ്ട് മരണം വരെ ഏത് പ്രതിസന്ധി വന്നാലും ഈ പ്രമാണങ്ങളെ വളച്ചുകെട്ടില്ലാതെ പറയാനുള്ള തൗഫീഖിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണേ, പ്രവർത്തിക്കണേ. അതിന് തയ്യാറുള്ളവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അതേ അവർക്ക് വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളും ധൈര്യം പകർന്നുകൊണ്ട് സമൂഹമേ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണേ. ഇതാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് ആമുഖമായി പറയാനുള്ളത്. ഇനി സഹോദരന്മാരെ, വേറെയും പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായി. ആ പ്രശ്നം കൊണ്ട് മാത്രം തീർന്നില്ലല്ലോ. 1940കളിൽ പരീക്ഷണങ്ങൾ നമുക്ക് പിന്നെയും ഉണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം, കലിമത്തു തൗഹീദ്, അതിൽ തന്നെയും റബ്ബ്, ഇസ്ലാം, ഇബാദത്ത്, ഇലാഹ്, ദീന് തുടങ്ങിയിട്ടുള്ള പ്രത്യേകമായ പദപ്രയോഗങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അതേ മതരാഷ്ട്രവാദത്തിലേക്ക് എത്തിക്കുന്ന ഒട്ടേറെ ചർച്ചകൾ ഉണ്ടായി. മൗലാന മൗദൂദി സാഹിബിന്റെ ഭാഗത്തു നിന്ന് ആ രൂപത്തിലുള്ള വ്യാഖ്യാന കസർത്തുകൾ വന്നപ്പോൾ നമ്മുടെ കേരളത്തിലതാ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ പരീക്ഷണത്തെയും പ്രതിരോധിക്കുന്നു. വന്യനായ കെ ഉമർ മൗലവി റഹിമഹുല്ലാഹ്, അതുപോലെയുള്ള ഒട്ടേറെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ പ്രൗഢോജ്വലമായ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ശക്തമായ തൂലികകൾ, പ്രതിരോധ നിര തീർത്തുകൊണ്ട് ആ പരീക്ഷണത്തെയും നമ്മൾ മുന്നോട്ട് അതേ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ദൗത്യത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ട്. പരീക്ഷണങ്ങൾ പിന്നെയും തീർന്നിട്ടില്ലല്ലോ. അതേ പരിശുദ്ധമായ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലും വന്നിട്ടുള്ള സംഭവങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊന്നും നാലാള് കൂടിയെടുത്ത് പറയാൻ കൊള്ളാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ വന്നിട്ടുള്ള മുഅ്ജിസത്തുകളെ, ഹദീസുകളിൽ പരാമർശിച്ചിട്ടുള്ള സംഭവങ്ങളെ, ഒട്ടേറെ സംഭവങ്ങളെ നിഷേധിച്ചുകൊണ്ട് മതയുക്തിവാദികൾ രംഗത്ത് വന്നപ്പോൾ, അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളോട് പോലും ക്രൂരമായ ഒരു നിഷേധാത്മകമായ നയം സ്വീകരിക്കുന്ന കക്ഷികൾ വന്നപ്പോൾ എന്താ ചെയ്തത്? നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ
അത്തരത്തിലതാ ചേകനൂർ മൗലവി ആയിരുന്നാലും അതുപോലെ തന്നെ CN അഹമ്മദ് മൗലവി ആയിരുന്നാലും അവരുടെ എല്ലാ പ്രമാണ വിരുദ്ധമായ വാദങ്ങളെയും തഫ്സീറിലൂടെ തന്നെ ഖണ്ഡിക്കുവാൻ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ, അതുപോലെ തന്നെ KM മൗലവി റഹിമഹുല്ലാ, PK മൂസ മൗലവി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഒട്ടേറെ മഹാരഥന്മാരായ ആളുകൾ അവർ രംഗത്ത് വന്നു. ശക്തമായി തന്നെ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ പകച്ചു നിൽക്കാതെ, ഈ പ്രചരണങ്ങൾക്കിടയിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ച് അന്താളിച്ചു നിൽക്കാതെ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട രൂപത്തിൽ അങ്ങ് ചെയ്തപ്പോൾ സമൂഹം അതാ ശക്തമായി പ്രമാണങ്ങളിൽ തന്നെ ഒതുങ്ങുന്നു. പ്രമാണങ്ങളിൽ തന്നെ അവർ ശക്തമായി അള്ളിപ്പിടിച്ചു നിൽക്കുന്നു. അതേ സമൂഹത്തോടവർ പറഞ്ഞു, ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും പതറിപ്പോകരുത്, എത്ര വലിയവനാണെങ്കിലും പ്രമാണങ്ങളെ നിഷേധിക്കരുത്. സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ ആരെങ്കിലും ധിക്കരിച്ചാൽ അതിനുള്ള ശിക്ഷ നാളെ പരലോകത്തേക്ക് മാത്രമല്ല ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കുന്ന അനുഭവങ്ങളല്ലേ ചരിത്രത്തിൽ നമുക്കുള്ളത്. ഹദീസുകളോട് നിഷേധഭാവം സ്വീകരിച്ചാൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശത്തെ ആരെങ്കിലും അവഗണിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷക്ക് പുറമേ ദുനിയാവിൽ തന്നെ അപകടങ്ങളും അതേ ഏറ്റവും വലിയ ദുരന്തങ്ങളും ഉണ്ടായ ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പറയട്ടെ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ഷണിക്കുമ്പോൾ മഹാനായ നമ്മുടെ നേതാവിന് ഒരു രീതി ഉണ്ടായിരുന്നു. ദൂരരാജ്യങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാര് മുഖേന കത്തുകൾ കൊടുത്തയക്കും. മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലായ മുഹമ്മദിൽ നിന്ന് അതേ ഇന്ന വ്യക്തിക്ക് അറിയിക്കുന്ന കത്ത്. അസ്ലിം തസ്ലിം, മുസ്ലിമായിക്കോ എങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന സന്ദേശമടങ്ങുന്ന, പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന, ജീവന്റെ രക്ഷക്ക് രണ്ട് ലോകത്തും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കത്തുകൾ അയക്കുന്ന രീതി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. ആ രീതി സ്വീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കിസ്റ ചക്രവർത്തിക്ക് ഒരു കത്തെഴുതി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയിട്ടതാ കിസ്റ ചക്രവർത്തിയെ നല്ല നിലക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന, അവിടുത്തെ ഇസ്ലാമിലേക്കുള്ള ക്ഷണമതാ ദൂതൻ മുഖേന കിസ്റ ചക്രവർത്തിയുടെ സമീപത്തേക്ക് അന്ന് ബഹ്റൈനിന്റെ ഗവർണറായിരുന്ന ഗവർണറുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നു. ആ ഗവർണർ അത് വായിച്ച് നേരെ കിസ്റ ചക്രവർത്തിക്ക് കൊടുക്കുന്നു. കിസ്റ ചക്രവർത്തി കത്ത് വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമുള്ള കത്ത് വായിച്ചപ്പോൾ ധിക്കാരിയായ കിസ്റ ചക്രവർത്തി എന്താ ചെയ്തത്? ചരിത്രം രേഖപ്പെടുത്തുന്നു, ഫലമ്മാ ഖറഅഹു മസ്സഖഹു, ആ കത്തങ്ങ് വായിച്ച കിസ്റ ചക്രവർത്തി എന്തു ചെയ്യുന്നു? കത്തങ്ങ് പിച്ചി കീറുന്നു, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് കൊടുത്തേൽപ്പിച്ച ആ കത്ത് അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള കത്തല്ല. സഹോദരാ, നിങ്ങൾക്ക് പരലോകത്തെ രക്ഷ വേണോ? ജീവിതത്തിൽ രണ്ട് ലോകത്തും അതേ എല്ലാ രൂപത്തിലുമുള്ള സുരക്ഷിതത്വം വേണോ? മുസ്ലിമായിക്കോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ എന്നും പറഞ്ഞുകൊണ്ടുള്ള കത്ത് കിട്ടിയ കിസ്റ ചക്രവർത്തി അത് വായിച്ച് അവഗണനയോടെ കീറിക്കളയുന്നു. എന്താ സംഭവിച്ചത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് നൊന്തു. ഫദഅ അലൈഹിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ മസ്ജിഖ്ഹു കുല്ല മുമസ്സഖ്, അതേ റബ്ബേ, നിന്റെ നിർദ്ദേശത്തെ പിച്ചിക്കീറി വലിച്ചെറിഞ്ഞവൻ, അതേ അവനെയും നീ ചിന്ന ഭിന്നമാക്കണേ. അവന്റെ എല്ലാ കാര്യങ്ങളെയും നീയും പിച്ചി ചീന്തണേ അല്ലാ.
സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആ. എന്താ സംഭവിച്ചത്? രാജ്യം വിറപ്പിച്ച് ഭരിച്ചിരുന്ന, അധികാരത്തിന്റെ പവർ കൊണ്ട് അഹങ്കരിച്ചിരുന്ന, അധികാര കസേര എന്നും എന്റെ ആസനത്തിന്റെ കീഴിൽ ഭദ്രമാണെന്ന് വിചാരിച്ചിരുന്ന ആ കിസ്റ ചക്രവർത്തിയുടെ നെഗളിപ്പ് നിൽക്കുന്നു. സ്വന്തം കുടുംബത്തിലെ തന്നെ സ്വന്തം മകനതാ ബാപ്പക്കെതിരെ തിരിയുന്നു. അതേ ചക്രവർത്തിയുടെ വയറ്റിന് കുത്തിക്കൊണ്ട്, വയറ് കുത്തിപ്പിളർത്തി അയാളുടെ ശരീരം ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് മകനതാ അധികാര കസേരയിൽ നിന്ന് ബാപ്പയെ തെറിപ്പിക്കുന്നു. അതേ പഠിച്ചോളണം മുസ്ലിമേ, അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് എന്തും ചെയ്യാൻ എന്നും കഴിയില്ല. അതേ അധികാര കസേര എന്നും ഒരാളുടെ ആസനത്തിന്റെ കീഴിൽ ഭദ്രമല്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സത്യത്തിനെതിരെ അഹങ്കാരം മൂത്തുകൊണ്ട് ശബ്ദിച്ചപ്പോൾ അതേ ഇത്രകാലവും ഭദ്രമെന്ന് വിചാരിച്ച അവന്റെ സിംഹാസനം അത് തെറിച്ചു പോകുന്നു. അവൻ തന്നെയും ഭൂമിയിൽ എന്നതാ ഛിന്ന ഭിന്നമായിക്കൊണ്ട് നാമാവശേഷമാകുന്നു. നമ്മൾ ചിന്തിക്കണം, എന്താ പ്രിയമുള്ളവരെ സംഭവിച്ചത്? ഇവിടെ നമ്മൾ ആലോചിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയോട്, അവിടുത്തെ നിർദ്ദേശത്തോട്, അവിടുത്തെ ആജ്ഞയോട്, അവിടുത്തെ ഒരു പ്രത്യേകമായ ആ ഒരാഗ്രഹത്തോട് ഇടം തിരിഞ്ഞു നിന്ന് അഹങ്കാരം കാണിച്ചപ്പോഴല്ലേ ഈ സംഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതേ നമ്മുടെ മുൻഗാമികളതാ ഹദീസ് നിഷേധികളോട്, ഖുർആനിന്റെ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്നവരോട്, അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിഷേധിക്കുന്ന ആളുകളെ നേരിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ അപ്പോഴും ജനങ്ങൾ എന്ത് ചെയ്തു? ശക്തമായി പ്രമാണങ്ങൾ അവർ പഠിപ്പിക്കപ്പെട്ടപ്പോൾ അവർ ശരിക്കും മനസ്സിലാക്കി എന്താണ് സത്യം. നമ്മുടെ ബുദ്ധിയല്ല പ്രധാനം, അഖിലിനല്ല പ്രധാനം, നഖിലിനാണ്. നമ്മുടെ ബുദ്ധിയൊക്കെ എത്ര പരിമിതമാണ്. അള്ളയല്ലേ നമ്മെ പഠിച്ചത്. നമ്മെ പഠിച്ച റബ്ബിനെ പഠിപ്പിക്കുന്ന ഒരു നിയമത്തെ നാം ചോദ്യം ചെയ്യാനോ പാടില്ല. അവിടുന്ന് എന്ത് പഠിപ്പിച്ചാലും, അവിടുന്ന് അതേ അള്ളാന്റെ വഹയി പ്രകാരം നമ്മോട് എന്ത് പറഞ്ഞാലും ആമന്നാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സമഅനാ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് റബ്ബേ. ആ ഒരു പ്രഖ്യാപനത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ നീങ്ങി. നമ്മുടെ പണ്ഡിതന്മാർ അവർക്ക് ബോധവൽക്കരണം കൊടുത്ത കാലഘട്ടത്തിൽ അവർക്കാരും പിന്നെ കൃത്യമായി തന്നെ ഒരു പതർച്ചയുമില്ലാതെ ആദർശ രംഗത്തവർ മുന്നേറിയിട്ടുണ്ട്. ഇനിയും സഹോദരന്മാരെ, പിന്നെയും അതാ ഓരോന്ന് പോകുമ്പോഴും വേറെ പരീക്ഷണങ്ങൾ വരുന്നു. 2002 അതാ പിന്നെയും വരുന്നു നമ്മുടെ മുമ്പിൽ പരീക്ഷണം. അതെന്താ? ഇതുവരെ പാടുപെട്ട് അധ്വാനിച്ചത് നമ്മൾ എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ആദർശത്തിന് വേണ്ടി വീടും കുടുംബവും വിട്ടവരാണ് നമ്മൾ, പ്രയാസങ്ങൾ സഹിച്ചവരാണ് നമ്മൾ, കല്ലേറും കൂക്കുവിളികളും അനുഭവിച്ചവരാണ് നമ്മൾ. അതേ നമ്മുടെ മുൻഗാമികൾ സഹിച്ച എത്ര നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും പ്രിയമുള്ളവരെ, ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ തൗഹീദിന് വേണ്ടിയാണ് നാം അധ്വാനിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയതെങ്കിൽ ആ രംഗത്തുള്ള നമ്മുടെ ദാർഢ്യതയെയാണ്, വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 2002 നമുക്കൊരു പരീക്ഷണമുണ്ടായത്. അതെന്താ? ശിർക്കിന്റെ പ്രചാരകരുടെ പത്രമോഫീസിൽ പോയിക്കൊണ്ട്, അവരുടെ മുഖപത്രത്തിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് അതേ ഒരു മൗലവിയതാ അഭിമുഖം കൊടുക്കുന്നു. മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ. മഹാനായ പി അബ്ദുൽ ഖാദർ മൗലവി അതേ അന്ന് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ആ നേതൃത്വം നൽകിയിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അന്നും അദ്ദേഹം തന്നെയാണ്. ആ മൗലവിയുടെ പേര് പറഞ്ഞുകൊണ്ട് മൗലവി വിഭാഗം ഇതാ കടുത്ത ശിർക്കിലേക്ക് പോയിരിക്കുന്നു. അവര് കടുത്ത മുശ്രിക്കുകൾ തന്നെ എന്നതാ ഖുറാഫികളുടെ മാസികക്ക് അഭിമുഖം കൊടുത്തുകൊണ്ട് ഒരു സുല്ലമി അഭിമുഖം നടത്തുന്നു. സർവ്വ മുജാഹിദുകളുടെ പേരിലും ശിർക്ക് ആരോപിക്കുന്നു. അവർ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറയുന്നു, പിശാച് പൂജകരാണെന്ന് പറയുന്നു. നാട് നീങ്ങിയ അന്ധവിശ്വാസങ്ങളെ മുഴുവനും അതേ ജിന്നിന്റെ പേരിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നവരാണെന്ന് പ്രചരിപ്പിച്ചു. ആ സന്ദർഭത്തിൽ നമ്മുടെ നേതാക്കൾ അവർക്കൊരു പതർച്ച
ചർച്ചയും ഉണ്ടായില്ല. നമ്മുടെ യുവപ്രഭാഷകര് പതറിയില്ല, നമ്മുടെ വിദ്യാർത്ഥികൾ പതറിയില്ല, നമ്മുടെ യുവജനങ്ങൾ പതറിയില്ല, നേതാക്കൾ പതറിയില്ല, പ്രഭാഷകന്മാര് പതറിയില്ല, എഴുത്തുകാര് പതറിയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടെ ആ അപശബ്ദത്തിനെതിരെ തിരിഞ്ഞു. അതായിരുന്നു അപശബ്ദം. ആ അപശബ്ദത്തിനെതിരെ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ശിർക്കാരോപണത്തെ നേരിട്ടു. എന്താണ് സലഫുസ് സാലിഹീങ്ങളുടെ രീതി? ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ, ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ കേവലം ഒരു ഡിക്ഷണറി പോരാ. അത് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് അതാദ്യമായി കേട്ട തലമുറയായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരെങ്ങനെയാണോ പ്രമാണങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പഴക്കാനില്ല. ശക്തമായി എറണാകുളം സമ്മേളനം, അവിടുന്ന് അങ്ങോട്ട് ശക്തമായ നിലയ്ക്ക് നമ്മളൊരു 10 വർഷം കൊണ്ട് വമ്പിച്ച മുന്നേറ്റം നടത്തി. വലിയ മാറ്റമുണ്ടായി. ശിർക്കാരോപകർക്ക് മാളത്തിൽ ഒളിക്കേണ്ടി വന്നു. അവർക്ക് തലയുയർത്താൻ സാധിച്ചില്ല. എല്ലായിടങ്ങളിലും താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ ജനം ഉണർന്നു. പ്രത്യേകിച്ചതാ യുവസമൂഹത്തിൽ വലിയ ജാഗരണമുണ്ടായി, വിദ്യാർത്ഥി സമൂഹത്തിൽ വലിയ ജാഗരണമുണ്ടായി. അതേ സാൽവേഷനുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. ഫ്ലക്സ് ബോർഡുകളിലൂടെയുള്ള പ്രബോധനം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവർക്ക് പോലും അന്തം വിട്ട് പതറി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയോളം നമ്മുടെ ഫ്ലക്സ് ബോർഡുകളിൽ എഴുതി വച്ചിട്ടുള്ള പ്രമാണങ്ങളുടെ ആ ചോദ്യശരങ്ങൾ, പ്രമാണങ്ങളുടെ തിളക്കമതാ യുവസമൂഹത്തിന്റെ മനസ്സിനെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചത്. അങ്ങനെ സാൽവേഷനുകളിലൂടെ ശക്തമായ നിലക്കുള്ള മാറ്റങ്ങൾ ഉണ്ടായി. യുവസമൂഹം നടത്തിയ ക്യാമ്പയിനുകളിലൂടെ യുവാക്കൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടും തീർന്നില്ലല്ലോ. ഈ ഒരു 10 കൊല്ലത്തിനിടക്ക് തന്നെ ശക്തമായ നിലക്ക് നമ്മൾ അതേ പ്രബോധന രംഗത്ത് വലിയ മാറ്റം കാഴ്ചവെച്ച മറ്റൊരു മേഖലയായിരുന്നു വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രൊഫഷണൽ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള പ്രോഫ്കോൺ എന്ന പേരിൽ നമ്മൾ ആ ലേബലിൽ നടത്തിക്കൊണ്ടിരുന്ന, ആ ബാനറിൽ നടത്തിക്കൊണ്ടിരുന്ന അതേ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രോഫ്കോൺ ക്യാമ്പസുകളിൽ അതിൻ്റെ ശക്തമായ ചലനങ്ങളുണ്ടായി. വിദ്യാർത്ഥി സമൂഹം ശരിക്കും ജാഗരണത്തിലായി. അവരിൽ ഒരു വലിയ ഉന്മേഷമുണ്ടായി. എന്താണ് അല്ലാഹ് എന്നറിയാത്ത, അല്ലാഹുവിന്റെ കിതാബ് എന്തെന്നറിയാത്ത, മഹാന്മാരായ മുൻഗാമികൾ ആരായിരുന്നു എന്ന് പഠിക്കാത്ത, ലഹരിയുടെയും സെക്സിന്റെയും അയാലോകത്ത് മാത്രം വിരാജിച്ച് നടന്നിരുന്ന ഒട്ടേറെ ഇരുട്ട് നിറഞ്ഞ കട്ട പിടിച്ച ഹൃദയങ്ങൾ ഉണ്ടായിരുന്ന ഒട്ടേറെ ചെറുപ്പക്കാര് അതേ ഈ പ്രോഫ്കോണിലൂടെ ഇസ്ലാമിന്റെ സുന്ദരമായ ശാദ്വല തീരത്തേക്ക് അവരണഞ്ഞു വന്നു. അവരുടെ കൽബുകളിലേക്ക് ഖുർആൻ തെല്ലൊന്നുമല്ല, ശക്തമായ നിലയ്ക്ക് തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഖുർആനിന്റെ പ്രകാശധാരയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടേതായ പ്രത്യേകമായ അതേ കാര്യങ്ങളോട് വലിയ താല്പര്യമുണ്ടായി. ആ താല്പര്യമല്ലേ എത്രയോ ആളുകൾക്ക് ഇന്നത് പരിഹാസമായി തോന്നുന്നുവെങ്കിലും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലേക്ക് പോയി നോക്കൂ. പ്രോഫ്കോണുകളിൽ ഒരിക്കലെങ്കിലും വന്നു ചേർന്നിട്ടുള്ള അതേ ചെറുപ്പക്കാരിലേക്ക് നോക്കൂ. അവരുടെ വസ്ത്രധാരണത്തിൽ അത് കാണുന്നുണ്ട്, വാക്കുകളിൽ അത് കാണുന്നുണ്ട്, നോക്കുകളിൽ അത് കാണുന്നുണ്ട്, അധ്യാപകരോടുള്ള പെരുമാറ്റത്തിൽ അത് കാണുന്നുണ്ട്, സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിൽ അത് കാണുന്നുണ്ട്, അയൽക്കാരോടുള്ള ബന്ധത്തിൽ അത് കാണുന്നുണ്ട്, മുതിർന്നവരോടുള്ള ബഹുമാനത്തിൽ അത് കാണുന്നുണ്ട്, ഇളയവരോടുള്ള കാരുണ്യത്തിൽ അത് കാണുന്നുണ്ട്. വലിയ മാറ്റമാണ് ഉണ്ടായത്. അങ്ങനെ അവരിങ്ങോട്ട് സ്വഫ് നിൽക്കുമ്പോഴൊക്കെ ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ ഈ 10 കൊല്ലത്തിനിടയ്ക്ക് പഠിച്ച നമ്മുടെ ചെറുപ്പക്കാരും യുവാക്കളൊക്കെ പള്ളികളിൽ വന്ന് സ്വഫ് കെട്ടുന്നത് കാണുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു പോകും. അതെ, ഇന്നും പ്രിയമുള്ളവരെ, ഇങ്ങോട്ടുള്ള യാത്രാമധ്യേ നമസ്കാരത്തിന് പള്ളിയിൽ കയറി നിസ്കരിച്ചിരിക്കുമ്പോൾ വൈകി വന്ന വാഹനത്തിൽ വന്ന ഒരു കൂട്ടം ആളുകൾ ഞാൻ നിസ്കരിച്ചിരിക്കുന്നതിന്റെ മുമ്പിൽ അവർ സ്വഫ് കെട്ടുന്നത് കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് റബ്ബിനെ സ്തുതിച്ചു പോയി. ആരും അവരെ നിയന്ത്രിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. 1 മിനിറ്റ് കഥ എത്ര പെട്ടെന്നാണ് അവർ സ്വഫ് ശരിയാക്കിയത്.
അതേ കാലോട് ചേർത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ നിസ്കരിച്ച സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ മടമ്പോട് ചേർത്ത് നിന്നുകൊണ്ട് ചുമലിനോട് ചേർത്ത് നിന്നുകൊണ്ട് ഒട്ടി നിന്ന് തിങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച, ഇത് യുവാക്കൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അവരുടെ പാന്റ് നിര്യാണിക്ക് മുകളിലായത് എവിടെ നിന്ന് കിട്ടിയതാണ്? അവരുടെ മുഖരോമങ്ങൾ അവർ ഷേവ് ചെയ്യാതെ, അല്ലാഹുവേ നീ ഞങ്ങളെ പഠിപ്പിച്ച നിന്റെ നേതാവിന്റെ, നിന്റെ പ്രവാചകന്റെ ചര്യയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എവിടെ വെച്ചാണെങ്കിലും ഈ ചിഹ്നങ്ങളെയൊന്നും മാറ്റിവെക്കാതെ കരുത്തോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അവസരം കിട്ടിയത് എവിടെ നിന്ന്? ഇറുകിപ്പിടിച്ച വസ്ത്രവുമായി കൊണ്ട് തന്റെ സ്ത്രൈണത തുളുമ്പിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ ആടിപ്പാടി നടന്നിരുന്ന എത്രയോ പെൺകുട്ടികൾ, അതേ പർദ്ദ ധരിച്ചുകൊണ്ട് സ്റ്റെതസ്കോപ്പ് അണിഞ്ഞുകൊണ്ട് അതേ എഞ്ചിനീയറിംഗ് കോളേജുകളിലൂടെ, മെഡിക്കൽ കോളേജുകളിലൂടെ അവരവരുടേതായ ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന വിദ്യാർത്ഥിനി ലോകത്തെ ഉണ്ടാക്കിയത് നമുക്ക് എങ്ങനെയാണ്? എവിടെ നിന്ന് കിട്ടിയതാണ്? അതേ ചേർക്കുമ്പോൾ ഇല്ലാത്തവര് സംസ്കാരം കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ എംഎസ്എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ പപ്പയോടും ഉമ്മയോടും മക്കൾ ലീവിന് വരുമ്പോഴുള്ള പെരുമാറ്റത്തിലുള്ള ഒരു വശ്യത, അതേ ജമാഅത്തിന് പള്ളിയിൽ പോകാനുള്ള ഒരു പ്രത്യേക താല്പര്യം, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ആ വിദ്യാർത്ഥികളിൽ കണ്ട മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പലരും നിരുത്സാഹപ്പെടുത്തി. ഇത് തീവ്രവാദമാണ് മക്കളെ, ഇത് ഹുലുവാണ് മക്കളെ, ഇത് അമിതത്വമാണ് മക്കളെ എന്ന് പറഞ്ഞ് അത്തരം സംരംഭങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചപ്പോഴും പതറിയിട്ടില്ല നമ്മുടെ വിദ്യാർത്ഥി ലോകം, പിന്മാറിയിട്ടില്ല നമ്മുടെ യുവസമൂഹം, ഒതുങ്ങി നിന്നിട്ടില്ല നമ്മുടെ പ്രഭാഷക നേതാക്കൾ. അതേ കൃത്യമായി തന്നെ ആശയത്തെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് കൊടുത്തു. ആ സംവിധാനങ്ങളൊന്നും ഇവിടെ മുരടിച്ചു പോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് മാർച്ച് 8, 9, 10 തീയതികളിൽ മലപ്പുറത്തിന്റെ മണ്ണിലതാ പ്രോഫ്കോണിന്റെ വലിയ സംരംഭം നടക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, ബന്ധപ്പെട്ടവരെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആ മേഖലയിലേക്ക് പറഞ്ഞേക്കൂ. അല്ലാഹുവിന്റെ ദീനവര് പഠിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളോട്